മങ്കട എന്ന ലീഗിന്റെ ഉറച്ച കോട്ടയിൽ പോലും വോട്ട് ചോദിച്ചു ചെല്ലുന്ന MLA നാട്ടുകാർ പൊങ്കാലയിടുന്ന കാഴ്ച. ദേ അങ്ങോട്ട് നോക്കിയേ. മങ്കട എന്ന ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ, അതും മണ്ഡലത്തിലെ പള്ളിപ്പുറം വെണ്ണക്കോട് എന്ന പ്രദേശം ലീഗിന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ നിന്ന് പുറത്തു വരുന്നൊരു ദൃശ്യമാണ്. വാക്ക് കൊടുത്ത് പറ്റിച്ചതിന് ശേഷം ആ പോയ വഴിയിൽ പുല്ലുപോലും കുരുത്തില്ല. 5 വർഷത്തിന് ശേഷം അതേ വഴിയിൽ വോട്ട് ചോദിച്ചു ചെന്നു. മഞ്ഞളാംകുഴി അലിയും സംഘവും എല്ലാവരെയും നാട്ടുകാർ പിടിച്ചു നിർത്തി തൊലി ഉരിച്ചു വിടുന്ന അവസ്ഥ. അയാൾ 2 തവണ പറഞ്ഞു ഭരണം മാറി വന്ന ആദ്യത്തെ പരിഗണന ഇതാണെന്നുള്ള രീതിയിലാണ്. കോട്ടകളെന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള സകല മനുഷ്യരും അടിമകളല്ല എന്ന് തെളിയുകയാണ്. കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനാധിപത്യ ബോധത്തോടു കൂടിയാണ് ജനങ്ങൾ ഇടപെടേണ്ടത്. എന്നാൽ ലീഗ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വർഗീയതയും മതവും പറഞ്ഞ് വിജയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിന് ആ നാട്ടിലെ മതേതര ബോധമുള്ള മനുഷ്യർ മൊത്തം കീഴടങ്ങി കൊടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. അടിമകളെപ്പോലെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കയ്യും കൂപ്പി നിന്ന് ഞമ്മന്റെ മതത്തിന്റെ ആളാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ അങ്ങ് സഹിച്ചോളണം എന്ന രീതിയിൽ നിൽക്കാൻ സൗകര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള രീതിയിൽ വഴിയിൽ പിടിച്ചു നിർത്തി ഇമാതിരി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ലീഗിന് ഒരു തരത്തിൽ വലിയ ക്ഷീണമാണ്. മങ്കട എന്ന ഞമ്മന്റെ മണ്ഡലത്തിലൊന്നും എതിർവാക്കുണ്ടാകില്ല. നമ്മൾ അവിടുത്തെ ചെറിയ രായാക്കന്മാരെ പോലെയാണ് വാഴുന്നത് എന്ന് കരുതുന്നിടത്താണ് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആ വിഷയത്തിൽ ലീഗ് നേതാക്കന്മാർ വച്ച നാവെടുക്കാത്ത അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ. കഴിഞ്ഞ 10 വർഷം ഭരണം കിട്ടാത്തത് കൊണ്ട് തന്നെ, നേരത്തെ ഭരണം കിട്ടിയിട്ടാണ് ചെയ്യാത്തതെങ്കിൽ ഇപ്പോൾ മുഴുവൻ സർക്കാരിന്റെ തലയിൽ വെച്ച് ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ട് വോട്ടിന്റെ സമയമായപ്പോൾ അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് കലിപ്പുണ്ടാകും. ആ കലിപ്പ് ലീഗിന്റെ MLA നെഞ്ചത്ത് തീർക്കുന്ന ദൃശ്യമാണ്. മലപ്പുറത്ത് നിന്ന് അപൂർവങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഉരുക്കുകോട്ടകളിൽ ചിലയിടങ്ങളിലൊക്കെ ശക്തമായ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് മഞ്ഞളാംകുഴി അലി വിയർത്തുപോയ ഈ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്.